ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നാസ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റ് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് നല്ല ഗ്രീൻ കളർ ലീവ്സും വൈറ്റ് കളർ ഫ്ലവറും ഒക്കെ വരുന്ന ഈ പ്ലാന്റിന്റെ പേര് പീസ് ലില്ലി എന്നാണ്. പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുവിധം പരിചയമുള്ള ഒരു പ്ലാന്റ് കൂടെയാണ് ഈ പീസ് ലില്ലി. ഈ പീസ് ലില്ലിയുടെ കെയറും പ്രൊപ്പഗേഷനും പോട്ടി മിക്സറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അത്യാവശ്യം 1-2 വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, ഇത് തന്നെ പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വൈറ്റ് കളർ ഷെയ്ഡും കൂടെ വരുന്ന ഒരു ലീവ്സ് ആണ് ഈ പ്ലാന്റിനുള്ളത്. പിന്നെ ഫ്ലവറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമ്മുടെ നോർമൽ പീസ് ലില്ലിയുടെ പോലെ തന്നെ വൈറ്റ് കളർ ഫ്ലവർ തന്നെയാണ് ഇതിലും വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നാസ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി എന്ന്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പീസ് ലില്ലി നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. അതേപോലെ വീടിനുള്ളിൽ വെളിച്ചം തീരെ കുറവായിട്ടുള്ളവർക്കും ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളർത്താം. പീസ് ലില്ലി എല്ലാതരം ലൈറ്റിലും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഔട്ട്ഡോറോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നതിന്റെ അവിടെ വയ്ക്കുന്നതിന്റെ അത്ര ഫ്ലവേഴ്സ് നമുക്ക് ഇൻഡോർ തീരെ വെളിച്ചമില്ലാത്തടത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ പുറത്ത് വളർത്തുന്നതിനേയും കാട്ടി കുറച്ച് ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സും നമുക്ക് അകത്ത് വെച്ചാൽ കിട്ടും. ഇത് നമ്മുടെ സാധാ പീസ് ലില്ലിയാണ്. സാധാ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സ് ഒക്കെ വരുന്ന പീസ് ലില്ലി. ഇനി നമ്മൾ കാണിച്ച ഈ വലിയ പ്ലാന്റ് എന്ന് പറയുന്നത് പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഇതിൽ ലീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീനും ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ ആയിട്ടാണ് വരുന്നത്. ഈ കാണുന്ന ഈ പ്ലാന്റ്സും പീസ് ലില്ലിയുടെ വെറൈറ്റീസ് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് ബേബി പ്ലാന്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സ് കുറച്ച് നീണ്ടിട്ടായിരിക്കും വരുന്നത്. കുറച്ച് വൈറ്റ് കളർ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പ്ലാന്റ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ഗ്രീൻ കളറും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലീവ്സ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പീസ് ലില്ലിക്ക് വേറെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും വളർത്താവുന്നതാണ്. ഇനി ഇതിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ ഒരു പീസ് ലില്ലി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തെ കെയർ ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ പീസ് ലില്ലിയിൽ നിന്ന് തന്നെ ഒരുപാട് ബേബി പ്ലാന്റ്സ് സൈഡിൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ പീസ് ലില്ലി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്നത് അതിന്റെ മദർ പ്ലാന്റ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഫ്ലവർ വിരിഞ്ഞ് വന്നിരിക്കുന്നതായി ഈ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബേബി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ സൈഡിലായിട്ടാണ് ഈ പ്ലാന്റ് ഗ്രോ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ വളർന്നു വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതും. അപ്പൊ ഈ പീസ് ലില്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് പീസ് ലില്ലി റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റിനെ മുഴുവനോടെ ഈ ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ഈ സൈഡിൽ കാണുന്ന ബേബി പ്ലാന്റ്സിനെ നമുക്ക് കട്ട് ചെയ്ത് നല്ലൊരു പോട്ടി മിക്സറിൽ നട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ പീസ് ലില്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. പീസ് ലില്ലി നമുക്ക് സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് പാടാണ്. പക്ഷെ കൂടുതലും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബി പ്ലാന്റ്സ് ഈ മദർ പ്ലാന്റ്സിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പ്രതീകമായിട്ടുള്ള പൂക്കളാണ് ഈ പീസ് ലില്ലിയിൽ വിരിയുന്നത്. ഇത് 2-3 ദിവസം ലാസ്റ്റ് ചെയ്ത് നിൽക്കും, പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. അതുകൊണ്ട് തന്നെ ഈ പീസ് ലില്ലിയെ ഒരു സ്ട്രെസ് റിലീഫിംഗ് പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് റിസർച്ചിലൂടെ സയന്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പീസ് ലില്ലി നമ്മുടെ വീടിനുള്ളിൽ വളർത്തുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിന്റെ പോട്ടി മിക്സറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സറാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കൊക്കോ പീറ്റ്, പെർലൈറ്റ്, വളരെ കുറച്ച് മാത്രം ഗാർഡൻ സോയിലും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സറാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, NPK 19:19:19 എന്ന റേഷ്യോയിലുള്ള NPK ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. വേണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഈ പീസ് ലില്ലി വളർത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പീസ് ലില്ലിയുടെ വാട്ടറിങ് തന്നെയാണ്. നമുക്ക് ഈ പ്ലാന്റിന് ഡെയിലി വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. വീക്ക്ലി വൺസ് നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും.
ഇനി ഈ പ്ലാന്റിന് വെള്ളം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാന്ന് വെച്ചാൽ, ഇതിന്റെ പോട്ടി മിക്സറിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതിന്റെ പോട്ടി മിക്സറിൽ നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ ആ സ്റ്റിക്കിൽ നമ്മൾ ഈ പോട്ടി മിക്സർ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. സ്റ്റിക്ക് നമ്മൾ എങ്ങനെയാണോ കുത്തിയത് അതുപോലെ നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുത്തി എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഈ ചെളി പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ദിവസം കൊണ്ടിട്ട് വെള്ളം ഒഴിക്കാതെ വരുമ്പോൾ ഈ ലീവ്സ് ഇങ്ങനെ കേൾ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിലും പീസ് ലില്ലിക്ക് വെള്ളം ആവശ്യമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് വാട്ടർ ചെയ്ത് കൊടുക്കാം. ഡെയിലി നമ്മൾ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലീവ്സ് പഴുത്ത് ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലൈറ്റിന്റെ കാര്യമാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നിടത്ത് നമ്മൾ ഈ പീസ് ലില്ലി വയ്ക്കാൻ പാടില്ല. അങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകും. ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരു ഷെയ്ഡഡ് ഏരിയയിലോ, അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ് വിൻഡോയുടെ സൈഡിലോ, നമ്മുടെ ബെഡ്റൂമിന്റെ വിൻഡോസിന്റെ സൈഡിലോ, ബാൽക്കണിയുടെ സൈഡിലോ അങ്ങനെയൊക്കെ മാത്രമേ ഈ പ്ലാന്റ്സ് നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിനെ നമുക്ക് പിന്നെ തിരിച്ച് സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല തിക്കായിട്ട് പീസ് ലില്ലി വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ പീസ് ലില്ലിയെ കുറിച്ച് ഒരുവിധം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ കാണാം. അതുവരേക്കും ബൈ.